ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഫെബ്രുവരി 1, 2026 തൈപ്പൂയമായി കൊണ്ടാടുകയാണ്. അന്നേ ദിവസം നിങ്ങൾ മറക്കാതെ 3 കാര്യങ്ങൾ മുരുകന് ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ സമ്പത്തും സമൃദ്ധിയും മുരുകന്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. ആഗ്രഹിക്കുന്നതെല്ലാം മുരുകൻ നടത്തി തരും. മുരുകൻ ജീവിതത്തിലേക്ക് കടന്നു വരും. പിന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല അത്ഭുതങ്ങളായിരിക്കും. അപ്പൊ ഈ തൈപ്പൂയത്തിന്റെ പ്രാധാന്യം എന്താണ്? തൈപ്പൂയത്തിന്റെ പ്രാധാന്യം വെച്ചാൽ മുരുകന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം തന്നെയാണ് തൈപ്പൂയം. പ്രിയപ്പെട്ട ദിവസം, ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് തൈപ്പൂയം. അപ്പൊ ഈ തൈപ്പൂയത്തിന്റെ മറക്കാതെ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ മുരുകനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എനിക്ക് മുരുകനെ കുറിച്ച് അറിയാം. അതല്ല, ഞാൻ ചില കാര്യങ്ങൾ മുരുകന്റെ പറയാം, നിങ്ങൾ അതൊന്ന് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ജീവിതം മാറ്റുന്ന ഒരു നിമിഷമായിരിക്കും ഇത്. മുരുകന്റെ അനുഗ്രഹം ഉണ്ടാകും. 2, അന്നേ ദിവസം ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു വഴിപാടുണ്ട്. 3, അന്നേ ദിവസം ക്ഷേത്രത്തിൽ ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. അത് അഗസ്ത്യർ അരുളിയ ഒരു മന്ത്രമാണ്. ആ മന്ത്രം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതെങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവന് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം പറയുന്നത്, ഒന്നാമത്തെ കാര്യം മുരുകനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അപ്പം ആ മുരുകനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഈ തൈപ്പൂയത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം തൈപ്പൂയം മുരുകന്റെ ഏറ്റവും പ്രിയങ്കരമായ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഏത് ദേവന്റെ ആയിക്കോട്ടെ ദേവിയുടെ ആയിക്കോട്ടെ, ആ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ആ ദേവന്റെ അല്ലെ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഉണ്ടായി വരും. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ദേവന്റെ ആയിക്കോട്ടെ ദേവിയുടെ ആയിക്കോട്ടെ, ഉത്സവങ്ങൾ നടക്കുന്ന ആ ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു നോക്കിയേ, ജീവിതം പെട്ടെന്ന് മാറും. ആറാട്ട് സമയങ്ങളിൽ, പിന്നെ വിശേഷ പൂജകളുള്ള സമയങ്ങളിൽ ഒക്കെ ആ ദേവനെ ദേവിയെ ഏത് ക്ഷേത്രം ആയിക്കോട്ടെ പോയി വണങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും. നമ്മളെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പക്ഷെ ചില ആളുകൾക്ക് പെട്ടെന്ന് മാറ്റം വരുന്നുണ്ട്. അതിന്റെ ഒരു രഹസ്യം, അവര് ആ ദേവന്റെ അല്ലെ ദേവിയുടെ പ്രീതിക്ക് പെട്ടെന്ന് പാത്രമാകുന്നു എന്നുള്ളതാണ്. എങ്ങനെ ആ ദേവന്റെ അല്ലെ ദേവിയുടെ പ്രീതിക്ക് പാത്രമാകുന്നത്? ആ ദേവന്റെ ഇഷ്ടമുള്ള ദിവസങ്ങളിൽ അവർ ചൊല്ലുന്നു, ചില വഴിപാടുകൾ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, പെട്ടെന്ന് അനുഗ്രഹം കിട്ടും. മറ്റുള്ളവര് എന്നും പോകുന്നുണ്ടായിരിക്കും, പക്ഷെ ഉത്സവത്തിനോ വിശേഷപ്പെട്ട ദിവസമോ പോകത്തില്ല. അപ്പോൾ അതാ വരുന്ന കുഴപ്പം. അവരപ്പം കുറെ വഴിപാടുകൾ ചെയ്തിട്ട് മാറ്റം വരുന്നില്ല. പക്ഷെ ഈ ദേവന്റെ പ്രിയമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വഴിപാട് ചെയ്ത് നോക്കിയേ, പ്രാർത്ഥിച്ചു നോക്കിയേ, അത് പെട്ടെന്ന് മാറ്റത്തിലേക്ക് വരുമെന്നുള്ളതാണ്. പെട്ടെന്ന് മാറ്റം വരുമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് തൈപ്പൂയം. ഇനി തൈപ്പൂയത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താരകാസുരന്റെ ചെയ്തികളാൽ ലോകം ഒരു താരകാസുരനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പം താരകാസുരനെ ദേവന്മാർക്ക് കൊല്ലാൻ സാധിക്കത്തില്ല. അപ്പോഴ് ദേവന്മാര് പരമശിവനെ അഭയം പ്രാപിച്ചു. പരമശിവനാണെങ്കിൽ തപസ്സിലാണ്, കൊടും തപസ്സിലാണ്. ദേവന്മാരുടെ പ്രാർത്ഥനയും എല്ലാം കൊണ്ട് പരമേശ്വരൻ പിന്നീട് പാർവതി ദേവിയുമായി പരിണയം നടക്കുന്നു. ഞാൻ ചുരുക്കിയാ പറയുന്നത്, പരിണയം നടക്കുന്നു. അതിനുശേഷം ആ ശിവശക്തി സംയോജനത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഊർജം ഉത്ഭവിക്കുന്നു. അത് ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അത് അഗ്നിദേവനെ ഏൽപ്പിക്കുന്നു. അഗ്നിദേവനും ആ ഊർജത്തിനെ, ശിവബീജമായ ആ രേതസ്സിനെ, ആ ഊർജത്തിനെ വഹിക്കാൻ പറ്റാതെ വന്നത് കാരണം അഗ്നിദേവൻ അത് ഗംഗാദേവിക്ക് കൈമാറുന്നു. ഗംഗാദേവിക്കും ആ ഊർജത്തിന്റെ ശക്തി വഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ശരവണ പൊയ്കയിൽ ആ ഊർജത്തെ നിക്ഷേപിക്കുന്നു. ഇത് കാർത്തിക നക്ഷത്രത്തിലെ 6 ദേവിമാര് കണ്ടെടുക്കുന്നു. അങ്ങനെ കാർത്തിക നക്ഷത്രത്തിലെ 6 ദേവിമാരെ കണ്ടെടുത്തുകൊണ്ടാണ് ഭഗവാനെ കാർത്തികേയൻ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ഈ 6 ദേവിമാരെ ഒരുപോലെ നോക്കിയത് കൊണ്ട് 6 മുഖം ഉണ്ടായി എന്ന് പറയുന്നു ഭഗവാന്. അങ്ങനെ അറുമുഖനായി, അല്ലെ ഷൺമുഖനായി. നമ്മൾ ഷൺമുഖ എന്ന് വിളിക്കത്തില്ലേ, അങ്ങനെയാണ് ഷൺമുഖനായത്. അപ്പം പാർവതി ദേവി ഈ 6 മുഖങ്ങളുള്ള ആ ശിശുവിനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ
6 ശിരസ്സുകളും ഒരു ശിരസ്സായിട്ട് സ്കന്ദൻ എന്ന പേരിൽ ഒരു ഏക ശിരസ്സായി മാറിയ ആ സുബ്രഹ്മണ്യനായി മാറി ആ ശിശു ഏക ശിരസ്സോടുകൂടി മാറി. അങ്ങനെ പാർവതി പുത്രൻ എന്നറിയപ്പെടുന്ന പേരിൽ സ്കന്ദൻ എന്ന് ഭഗവാന് വിളിപ്പേര് വന്നു. അപ്പം ഇതെല്ലാം ഭഗവാന്റെ ഗുണങ്ങളാണ്, ഭഗവാന്റെ ശക്തി വൈഭവങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന് നമ്മൾ മുരുകൻ എന്ന് വിളിക്കുന്നു. മുരുകൻ എന്ന് പറഞ്ഞാൽ ഉമയുടെ പുത്രൻ ആയ മുരുകൻ. ആ മുരുകൻ എന്നുള്ളതിൽ തന്നെ 3 മുകുന്ദൻ, രു എന്നുള്ളത് രുദ്രൻ, കാ എന്നുള്ളത് കമലോത്ഭവൻ. അപ്പം ത്രിമൂർത്തികളുടെ 3 പേരുടെ അനുഗ്രഹം മുരുകൻ എന്ന ഉച്ചരിക്കുമ്പോൾ തന്നെ കിട്ടുന്നു. പിന്നെ ഭഗവാനെ ദേവസേനാധിപതി എന്ന് വിളിക്കുന്നുണ്ട്. ദേവസേനാധിപതി, അത് ദേവസേനാധിപതിയായിട്ട് താരകാസുരനെ വധിച്ചതാണ്. അപ്പം ഈ മുരുകന് താരകാസുരനെ വധിക്കാൻ അമ്മ വേൽ ദിവ്യായുധം കൊടുത്തു. ആ വേല് കൊണ്ടാണ് താരകാസുരനെ വധിക്കുന്നത്. അപ്പൊ ആ വേല് ഉള്ളത് കൊണ്ടാണ് വേലവൻ എന്നൊക്കെ ഭഗവാൻ അറിയപ്പെടുന്നത്. അത് പാർവതിദേവി കൊടുത്ത ദിവ്യമായ ആയുധമാണ് ആ വേല്. അപ്പം ഭഗവാന്റെ അതുകൊണ്ടാണ് ഭഗവാനെ വേലായുധൻ എന്നറിയപ്പെടുന്നത്. ഭഗവാനെ വേലൻ അല്ലെ വേലായുധൻ അല്ലെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ശത്രു വിജയങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ചില മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേൽ വേൽ വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര, അല്ലെ വേൽ വേൽ വെട്രിവേൽ എന്നെ ചുറ്റിക്കാക്ക സുബ്രഹ്മണ്യവേൽ. ഇതൊക്കെ ആ വേലിന്റെ അത്ഭുത ശക്തി കൊണ്ട് നമ്മുടെ ജീവിതം മാറ്റുന്ന ചില മന്ത്രങ്ങളാണ്. ഈ മന്ത്രമല്ല ഞാൻ തൈപ്പൂയത്തിന് ജപിക്കാൻ പറയുന്നത്, വേറെ മന്ത്രമാണ്. വേലിന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഭഗവാനെ പിന്നെ ശരവണ പൊയ്കയിൽ നിന്ന് കണ്ടെടുത്തത് കൊണ്ട് ശരവണൻ എന്നറിയപ്പെടുന്നു. അപ്പം ഭഗവാന്റെ പേരുകളാണിത്: മുരുകൻ, സ്കന്ദൻ, ശരവണൻ, ഷൺമുഖൻ, ആറുമുഖൻ. 6 മുഖങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അറുമുഖൻ. ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ 6 മുഖങ്ങളോട് കൂടിയ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഷൺമുഖൻ എന്നും അറിയപ്പെടുന്നത്. ഇനി ഭഗവാനെ ഗുഹൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭഗവാനെ വിളിക്കുന്ന പേരാണ് ഗുഹൻ. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ഗുഹൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അന്ധകാരം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതമാകുന്ന ആ ഒരു ഇരുണ്ട ഗുഹ പോലെ ആയിരിക്കുവാണ് ജീവിതം. അവിടെ ജ്ഞാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ ജ്യോതി, പ്രകാശം തെളിയിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഗുഹൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭഗവാനെ ഗുഹൻ എന്ന് വിളിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഭഗവാനെ സുബ്രഹ്മണ്യൻ, അതും എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നാമമാണ്. സുബ്രഹ്മണ്യൻ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായത്. അതായത് ശിവന്റെ തേജസ് തന്നെയാണ് ആ സുബ്രഹ്മണ്യൻ. ഭഗവാൻ ഒരിക്കലും ഗർഭപാത്രത്തിൽ നല്ല പിറവിയെടുത്ത് തേജസ്സായിട്ടാണ്. അതുകൊണ്ട് ഭഗവാൻ ആദിയല്ല അവസാനവുമില്ല, ഭഗവാൻ എനർജിയാണ്, ആ ബ്രഹ്മം തന്നെയാണ്. അപ്പം ആ ഭഗവാനെ സുബ്രഹ്മണ്യൻ, ശ്രേഷ്ഠമായ ബ്രഹ്മം എന്ന് തന്നെയാണ്. അതുകൊണ്ട് സുബ്രഹ്മണ്യൻ എന്ന് ഞാൻ പലപ്പോഴും മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഭഗവാനെ വിളിക്കാറുണ്ട്. ഭഗവാനെ ഈ പേരുകളെ കുറിച്ച് നിങ്ങൾ അറിയുന്നത് തന്നെ ഒരു പുണ്യമാണ്. അതുപോലെ തന്നെ ഭഗവാൻ എപ്പോഴും കൗമാരപ്രായത്തിൽ ഇരിക്കുന്നതിനാൽ ഭഗവാനെ കുമാരൻ എന്നറിയപ്പെടും. കൗമാരപ്രായത്തില് ഭഗവാനെ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ കൗമാരപ്രായത്തിലെ പോലാണ് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അനുഭവപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുമാരൻ എന്ന് ഭഗവാനെ വിളിക്കുന്നു. അപ്പൊ ഈ ഭഗവാന്റെ ഈ പേരുകൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി അറിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. നിങ്ങൾ ഇതിൽ ഏത് പേര് വിളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും എന്ന് തന്നെയാണ്. ഇനിയും അപ്പം ഭഗവാനെ കുറിച്ച് ഇത്രയും മനസ്സിലായി. ഇനിയും ഭഗവാന് നിങ്ങൾ ഈ തൈപ്പൂയത്തിനന്ന് ചെയ്യാവുന്ന ആദ്യം ജപിക്കുന്ന മന്ത്രം പറഞ്ഞുതരാം. അന്ന് ജപിക്കാവുന്ന മന്ത്രം ഇതാണ്. അഗസ്ത്യർ അരുളിയ മന്ത്രമാണ്. ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം. ഓം ശരവണ ഭവ. ഈ മന്ത്രം അഗസ്ത്യർ അരുളിയ ദിവ്യ മന്ത്രമാണ്. ഇതിൽ ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം. ഇതെനിക്ക് പറയാൻ സാധിക്കുന്നതിന് ഭഗവാനോട് ഞാൻ നന്ദി പറയുകയാണ്, അഗസ്ത്യരോട് നന്ദി പറയുകയാണ്. എന്നും എൻ്റെ അറിവല്ല, അത് ഈശ്വരന്റെ മഹത്വം. നിങ്ങൾ കാണുന്നെങ്കിലും കേൾക്കുന്നെങ്കിലും അത് നിങ്ങളുടെ പുണ്യം. എനിക്ക് പറയാൻ സാധിക്കുന്നത് എനിക്ക് ഈശ്വരൻ തന്ന അനുഗ്രഹം, എല്ലാത്തിനും മഹത്വം. അത്ര മഹത്തായ കാര്യം പറഞ്ഞു തരുന്നത്. ഓം ശരവണ ഭവ. അപ്പൊ ഓം എന്ന് വെച്ചാൽ ബ്രഹ്മം, നിങ്ങൾക്കെല്ലാം അറിയാം. ഓമം. ശ എന്ന് പറഞ്ഞാൽ വെൽത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, സമൃദ്ധിയെ. ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന നോളജ് അല്ല. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, ഏതാണ് ശരിയും തെറ്റും, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നമുക്കുള്ളിൽ ഒരു ബോധം ഉണ്ടാവും. ആ ബോധത്തെയാണ് ഇവിടെ നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവിടെ കേൾക്കുന്നതല്ല, പറയുന്നതല്ല. നമുക്ക് അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു നോളജ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ബോധമുണ്ട്, അതൊരിക്കലും തെറ്റത്തില്ല. അപ്പോൾ ഒരു അന്തർജ്ഞാനം അങ്ങനെയുള്ള അതാണ് ഇവിടെ നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത്. വാ എന്ന് വെച്ചാൽ മുക്തി, മുക്തി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വാ. ഇനി നാ എന്ന് പറഞ്ഞാൽ ശത്രു വിജയം, ശത്രു വിജയം ആണ് നാ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത്. അപ്പൊ വാ നാ. ഇനി ഭാ എന്നുള്ളത് തടസ്സങ്ങളെ മാറ്റാനുള്ള ശക്തിയാണ് ഭാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാ എന്ന് വെച്ചാൽ ദിവ്യമായ ജ്ഞാനം, ആ ദിവ്യത, ആ ദിവ്യ അനുഗ്രഹം. ദാറ്റ്സ് ഓൾ, ദിവ്യ അനുഗ്രഹം. അപ്പോൾ ഓം ശരവണ ഭവ എന്ന മന്ത്രം എന്ന് ജപിക്കണം. തൈപ്പൂയത്തിന്റെ അന്ന് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ജപിക്കാം, ക്ഷേത്രത്തിൽ പോയി ജപിക്കുക. ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അഗസ്ത്യരെ സ്മരിച്ച് അഗസ്ത്യർക്ക് നന്ദി പറയണം. കാരണം ഞാൻ ഈ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, എൻ്റെ കഴിവല്ല, അത് അഗസ്ത്യർ നൽകുന്നതാണ്. ആ അഗസ്ത്യരെ ഇവിടെ നിങ്ങൾ നന്ദി പറയുക. എന്നിട്ട് ഈ മന്ത്രം ജപിക്കുക. ഇനി ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് മുരുക ഗായത്രി ജപിക്കണം. എന്താണെന്നറിയോ? ഓം സനൽകുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാം എന്ന ഗായത്രിയും കൂടെ ജപിക്കണം. ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും ആ ദേവതയുടെ സൂക്ഷ്മമായ അനുഗ്രഹം നമ്മൾക്കുണ്ടാകും. ആ മന്ത്രത്തിന്റെ ഗായത്രിയും കൂടെ ജപിക്കുമ്പോഴാണ് ആ ദേവതയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വരിക എന്ന് അറിഞ്ഞുകൊള്ളുക. അതാണ്, മനസ്സിലായില്ലേ? ഒന്ന് മനസ്സിലാക്കുക. അതിനകത്താണ് രഹസ്യം കിടക്കുന്നത്. ഇത് തൈപ്പൂയത്തിനന്ന് നിങ്ങൾ ഇങ്ങനെ മന്ത്രം ജപിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുക. പക്ഷെ ഈ ഒരു മന്ത്രം നിങ്ങൾ മറക്കാതെ ജപിച്ചിരിക്കണം. ഇപ്പൊ രണ്ടാമത്തെ കാര്യമായല്ലോ. ഇനി മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്, വഴിപാട്. തൈപ്പൂയത്തിനന്ന് മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാവടി. കാവടി മുരുകന് ഏറ്റവും ഇഷ്ടമാണ്, കാവടി. അതുപോലെ തന്നെ ഭസ്മാഭിഷേകം, അതുപോലെ പഞ്ചാമൃത അഭിഷേകം ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ കാവടി തന്നെയാണെങ്കിലും ഭസ്മക്കാവടിയുണ്ട്, അതുപോലെ പീലിക്കാവടിയുണ്ട്, പൂക്കാവടിയുണ്ട്. അങ്ങനെ ആ പലവിധം കാവടികളുണ്ട്. അതൊക്കെ അഭീഷ്ട സിദ്ധികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്, ഇത് സംശയമൊന്നും വേണ്ട. അന്നേ ദിവസം ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന വഴിപാട് ഞാൻ 3 വഴിപാടാണ് പറയുന്നത്. അതിൽ 3 ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുരുകന്റെ അനുഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടായി വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടൊക്കെ ചെയ്യാം. ഫസ്റ്റ് 1 പഞ്ചാമൃത അഭിഷേകം. മുരുകൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ പഞ്ചാമൃത അഭിഷേകം. ഞാൻ പറഞ്ഞു കൊടുത്ത് എൻ്റെ കഴിവൊന്നുമല്ല, ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്തവരുണ്ട്. ഒന്നുകിൽ പഞ്ചാമൃത അഭിഷേകം, അല്ലെങ്കിൽ ത്രിമധുരം, അല്ലെങ്കിൽ കുമാരസൂക്താർച്ചന. ഇത് 3 ഏതെങ്കിലും ഒരു വഴിപാട് മറക്കാതെ നിങ്ങൾ തൈപ്പൂയത്തിൻ്റെ അന്ന് ചെയ്തിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അളവറ്റ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും. ഭഗവാന്റെ ഈ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ജപിക്കണം. അതിനു മുമ്പ് അഗസ്ത്യർക്ക് നന്ദി പറയണം. ഓം അഗതീശായ നമ എന്ന് ജപിച്ച് അഗസ്ത്യർക്ക് നന്ദി പറഞ്ഞിട്ട് ഓം ശരവണ ഭവ ജപിക്കണം. പിന്നെ മുരുക ഗായത്രി ജപിക്കണം, ഓം സനൽകുമാരായ വിദ്മഹ എന്നുള്ള. അത്രയും മനസ്സിലായല്ലോ. ഇനിയും ഇത് ക്ഷേത്രത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ജപിക്കാം. പിന്നെ ഈ വഴിപാട് എന്ന് പറഞ്ഞാൽ 3 കാര്യത്തിൽ ഒന്നെങ്കിലും ചെയ്തിരിക്കണം. പഞ്ചാമൃതാഭിഷേകം, ത്രിമധുരം, അല്ലെങ്കിൽ കുമാരസൂക്താർച്ചന. ഈ 3 ഏതെങ്കിലും ഒരു വഴിപാട്, നിങ്ങൾക്ക് പറ്റുന്ന ഒരു വഴിപാടെങ്കിലും ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിൻ്റെ അതൊന്നും തെറ്റില്ല. ഞാൻ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും മുരുകൻ എന്ന് പറഞ്ഞാൽ പരമജ്ഞാനമാണ്, ശിവചൈതന്യമാണ്. ഭഗവാൻ ആദിയില്ല അവസാനമല്ല, ഭഗവാൻ എനർജിയാണ്. അതായത് ശിവന്റെ ചൈതന്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അമ്മ പാർവ്വതീദേവിയുടെ ശക്തിയും കൂടാ. മുരുകന് വേല് ആയുധമായിട്ട് ദിവ്യായുധമാണ്. മുരുകന്റെ വേലിനെ ധ്യാനിക്കുന്നവന് തന്നെ ജീവിതത്തിൽ ആത്മജ്ഞാനം ഉണ്ടായി വരും, സർവ്വ ശത്രുവിജയങ്ങൾ ഉണ്ടായി വരും, സമ്പത്ത്, ഐശ്വര്യം, സർവ്വ അനുഗ്രഹങ്ങളും, ഭൂമി, വീട് എല്ലാം ഉണ്ടായി വരും. മുരുകന്റെ അനുഗ്രഹം ഉണ്ടായാൽ സാധിക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ട് മുരുകനെ കുറിച്ച് പറയുമെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അവധൂതന്റെ സമാധിയിൽ എനിക്ക് പോയി ധ്യാനിക്കാൻ പറ്റിയത് മുരുകന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതായത് ഞാൻ കാവാലൻ റൂട്ടിൽ കൃഷ്ണപുരം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ ആൽത്തറയിരുന്ന് മുരുകനെ ധ്യാനിച്ചതിന് ശേഷമാണ് എനിക്കൊരു അവധൂത സമാധിയിൽ പോകാൻ പറ്റിയത്. ആ സമാധിയിൽ പോയിരുന്ന് എനിക്ക് ധ്യാനിച്ചു കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ പിന്നീട് എനിക്കൊരു അവധൂതനെ നേരിട്ട് കാണാൻ പറ്റി.
ആ അവധൂതന്റെ മുന്നിൽ നിന്നപ്പോൾ എനിക്ക് അഗസ്ത്യരിലേക്കുള്ള വഴി തുറന്നു കിട്ടി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് അഗസ്ത്യരുടെ ചില ഒരു മന്ത്രങ്ങളും ചില കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. അഗസ്ത്യരിലേക്ക് എത്തിയ പിന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ അത്ഭുതങ്ങളായിരുന്നു. ഞാൻ എത്രയോ മന്ത്രവിദ്യകൾ, എത്രയോ പ്രാണായാമങ്ങൾ, എത്രയോ രഹസ്യവിദ്യകൾ എനിക്ക് അഗസ്ത്യര് ധ്യാനിച്ചു തന്നെ എനിക്ക് കിട്ടി. അപ്പൊ അതേ ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, അഗസ്ത്യരുടെ ഗുരുവും മുരുകനാണ്. ഞാൻ ഇന്ന് അഗസ്ത്യരെ കുറിച്ച് പറയാൻ ഇരുന്നതാണ്, പക്ഷെ ഭഗവാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചു ഇന്ന് തൈപ്പൂയത്തെക്കുറിച്ച്, മുരുകനെ കുറിച്ച് പറയണം എന്ന്. അത് ഞാൻ ഏറ്റവും സത്യസന്ധമായി, ഏറ്റവും ആത്മാർത്ഥമായി, ഹൃദയശുദ്ധിയോടെ ഞാൻ പറഞ്ഞു. നിങ്ങൾ അതൊക്കെ പ്രയോജനപ്പെടുത്തുക. എല്ലാം നല്ല കാര്യങ്ങളാണ്, ഇതെല്ലാം സത്യമുള്ള കാര്യങ്ങളാണ്, സത്യജ്ഞാനമാണ്. അപ്പൊ മുരുകനില്ലാതെ ആത്മീയതയില്ല, മുരുകനില്ലാതെ ഒരു അറിവുമില്ല, മുരുകനില്ലാതെ ഒരു ഐശ്വര്യവുമില്ല. എല്ലാം മുരുകന്റെ അനുഗ്രഹം വേണം. മുരുകൻ ശിവൻ തന്നെയാണെന്ന് അറിയുക. ഭഗവാൻ ഒരു പേരുണ്ട്, സ്വാമിനാഥൻ എന്നും. കാരണം പിതാവിന് ഭഗവാന് പ്രണവത്തിന്റെ അർത്ഥം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ ഭഗവാൻ കുട്ടിയായ മുരുകനോട് ചോദിച്ചു പ്രണവത്തിന്റെ അർത്ഥം എന്താണെന്ന്. അപ്പം മുരുകൻ അത് ഭഗവാന് അച്ഛന് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് സ്വാമിനാഥൻ എന്ന് മുരുകനെ അറിയപ്പെടുന്നു. അപ്പം മുരുകനെ കുറിച്ച് നിങ്ങൾ അറിയുക, സത്യസന്ധമായി മുരുകനെ വിളിക്കുക. നിങ്ങൾ ഈ പല കാര്യങ്ങളുടെ ഇതിന്റെ ഒക്കെ പുറകെ പോയി നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ആ പ്രപഞ്ചത്തിൽ നിന്ന് പ്രപഞ്ചബോധമായ ഈശ്വരനെ, ആ ക്ഷേത്രത്തിലുള്ള ആ ചൈതന്യത്തെ, തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം ആവശ്യമാണ്. ആ ചൈതന്യത്തിന്റെ അനുഗ്രഹം ആവശ്യമാണ്. അതോടൊപ്പം നിങ്ങളുടെ ഉള്ളിലും ഈശ്വരനെ അനുഭവിക്കണം. അല്ലാതെ ഇതിന്റെ ഒന്നും പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിയുക. ഞാൻ പറഞ്ഞത് ഹൃദയത്തിൽ നിന്നാണ്. ഞാൻ ഓരോ ദിവസവും അഗസ്ത്യരെ വന്നേക്കാത്ത ദിവസമില്ല. അഗസ്ത്യരെ അതിൽ നിന്ന് കിട്ടിയ ജ്ഞാനമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്, സത്യജ്ഞാനമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. അരുണഗിരി എന്നൊരാളുണ്ടായിരുന്നു. അരുണഗിരി, ഇത് മുരുകന്റെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ്. ഈ അരുണഗിരി ഒരുപാട് പല വഴികളിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്ത്രീകളുമായൊക്കെ ബന്ധപ്പെടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പല സ്ത്രീകളുമായിട്ട് പല രീതിയിൽ പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അതിന് പൈസ ഇല്ലാതെ വന്നപ്പോൾ ഒരിക്കൽ അരുണഗിരിയുടെ സഹോദരിയോട് തന്നെ അരുണഗിരി പൈസ ചോദിച്ചു. അപ്പോൾ അരുണഗിരിയുടെ സഹോദരി പറഞ്ഞു, എടാ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നിനക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ അതിന് നിന്ന് തരാം എന്ന് പറഞ്ഞു. എങ്ങനെ ഒരു വാചകം പറഞ്ഞപ്പോൾ അരുണഗിരിക്ക് ജീവിതത്തില് ജീവിതം അവസാനിക്കുന്ന പോലെ തോന്നി. കാരണം സഹോദരിയുടെ വായിൽ നിന്ന് കേട്ടപ്പോഴാ അയാളെ കുറിച്ച് അയാൾ അപ്പോഴാണ് ചിന്തിക്കുന്നത്. അയാൾക്ക് പിന്നെ ജീവിക്കണമെന്ന് തോന്നിയില്ല. അങ്ങനെ മനസ്താപത്താൽ അരുണഗിരി ഒരു മലയുടെ മുകളിൽ നിന്ന് ചാടി മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അരുണഗിരി ചാടുമ്പോൾ അരുണഗിരി വന്നു വീഴുന്ന മുരുകന്റെ മടിയിലേക്കാണ്. അപ്പോഴ് മുരുകൻ അരുണഗിരിയെ താങ്ങുന്നു. അപ്പൊ അരുണഗിരിക്ക് അറിയത്തില്ല ഇത് മുരുകനാണ്. അരുണഗിരി മുരുകനോട് ചോദിക്കുന്നു. അപ്പൊ മുരുകൻ അരുണഗിരിയോട് പറയുന്ന കാര്യമുണ്ട്. അപ്പൊ അരുണഗിരി ചോദിക്കും, ഇത്രയും പാവിയായ എന്നെ നീ ആരാണ്, എന്നെ താങ്ങിയത് എന്തിനാണ്? അപ്പൊ പറയുന്നു, ഞാൻ മുരുകനാണ്. അപ്പൊ മുരുകൻ അരുണഗിരിക്ക് ഇത്രയും പാവിയായ അല്ലെ പല തെറ്റുകൾ ചെയ്ത ആ അരുണഗിരിക്ക് മുരുകൻ അനുഗ്രഹം കൊടുക്കുകയാണ്. മുരുകൻ പറഞ്ഞു, സുമ്മാ ഉക്കാറപ്പ എന്ന് പറഞ്ഞു. സുമ്മാ ഉക്കാറപ്പ എന്ന് പറഞ്ഞാൽ യോഗയിലെ ഏറ്റവും വലിയ രഹസ്യമാണ്. സുമ്മാ ഉക്കാറപ്പ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്ന് വെച്ചാൽ പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞുതരണമെന്ന് എനിക്കറിയത്തില്ല. അത് തുരിയോ എന്ന് പറഞ്ഞ അവസ്ഥയൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു ജ്ഞാനങ്ങളെല്ലാം നമുക്ക് പലയിടത്തുനിന്നും കിട്ടുന്ന ജ്ഞാനങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതെല്ലാം ആ ഒരു ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമാണ്. എനിക്ക് യാതൊരു അറിവുമില്ല. ആ അഗസ്ത്യരെ അല്ലെ പരമശിവനെ, പരമേശ്വരിയെ, മുരുകനെ ഒക്കെ മനസ്സിൽ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്. നമുക്ക് അറിവെന്ന് പറയുന്ന കാര്യമില്ല. എല്ലാം നമ്മൾ ആ ശൂന്യത ധ്യാനിക്കുന്ന ആളാണ്. ഞാൻ ശിവയോഗം ചെയ്യുന്ന ആളാണ്. ക്രിയാകുണ്ടലിലെ പ്രാണായാമം ചെറുപ്പത്തിൽ സ്വീകരിച്ച ആളാണ്. ആ ഒരു അവധൂത വഴി സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോഴ് മുരുകൻ അത്രയും തെറ്റുകൾ ചെയ്ത അരുണഗിരിക്ക് ഒരു നിമിഷം കൊണ്ട് മാപ്പ് നൽകി അദ്ദേഹത്തിന് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നൽകി. ആ മുരുകനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ മുരുകനെ കുറിച്ചാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പൊ മുരുകനെ കുറിച്ച് നിങ്ങൾ അറിയുമ്പോഴാണ് നിങ്ങൾ വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ എനിക്ക് വേണേൽ ചെറിയൊരു വീഡിയോ ഇടാം, അല്ലെ ചെറുതായിട്ട് വേണേൽ പറഞ്ഞു പോവാം. അപ്പോൾ ഈ മുരുകനെ കുറിച്ച് നിങ്ങൾ അറിയത്തില്ല. ഇത്രയും
അതായത് ഇത്രയും ചൈതന്യവത്തായ, ഇത്രയും രഹസ്യങ്ങളുള്ള, ഇത്രയും കരുണാമയനായ മുരുകനെ കുറിച്ച് നിങ്ങൾ അറിയത്തില്ല. നിങ്ങൾക്ക് വേണേൽ എനിക്ക് ഒരു വീഡിയോ ചെറുതാ ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. പക്ഷേ ഈ വീഡിയോ ചിലപ്പം ഫെബ്രുവരി 1 തൈപ്പൂയമാണ്. ജനുവരി 31 ആ തൈപ്പൂയത്തിന്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ ക്ഷേത്രത്തിൽ പോകണം. ഫെബ്രുവരി 1 2026 തൈപ്പൂയമാണ്. പക്ഷെ അതിന്റെ തലേദിവസം ജനുവരി 30 ക്ഷേത്രത്തിൽ പോയി അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രാർത്ഥിക്കണം. പിന്നെ വ്രതം എടുക്കുന്നവർക്ക് തലേദിവസം മുതലേ വ്രതം എടുക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ അരിയാഹാരം രാവിലെ ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുക, വെള്ളം കുടിക്കുക. ഉച്ചയ്ക്ക് അല്പം അരിയാഹാരം, അല്ല ആവശ്യത്തിന് അരിയാഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക. വൈകിട്ട് ചപ്പാത്തിയും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക. ഇത് 30 തലേ ദിവസം വൈകുന്നേരം 5 മണി മുതലേ തുടങ്ങുക. 31 ആ വ്രതമായിട്ട് അങ്ങനെ ചെയ്യുക. ക്ഷേത്രത്തിൽ പോവുക, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. തൈപ്പൂയത്തിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് 30 ചെയ്യുന്ന നല്ലതാണ്. പിന്നെ തൈപ്പൂയം കഴിഞ്ഞ പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ അമ്പലത്തിൽ പോയി തീർത്ഥജലം കുടിച്ച് വ്രതം അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിലും മുരുകന്റെ മന്ത്രം ജപിച്ച് ഓം ശരവണഭവ ജപിച്ച് ഒരു 9 തവണ ജപിച്ച് വെള്ളം കുടിച്ച് തീർത്ഥമല്ല വീട്ടിലെ വെള്ളം കുടിച്ച് തന്നെ നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. പിന്നെ വ്രതം എടുക്കാൻ പറ്റുന്നവരെടുക്കുക. ഇപ്പൊ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ആരോഗ്യനില ഒന്നും വ്രതം എടുക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോ ഒരിക്കലിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് പറ്റാത്ത ഒരു ഭഗവാനെ ശുദ്ധമായ മനസ്സോടുകൂടി വിളിച്ചാൽ മതി. ക്ഷേത്രത്തിൽ പോവുക, അല്ലെ വീട്ടിൽ ഇരുന്ന് വിളിക്കുക. ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന ക്ഷേത്രത്തിൽ പോകുക, ഒരു കുഴപ്പമില്ലാത്തത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. ഇപ്പൊ മരുന്നൊക്കെ കഴിക്കുന്നവർക്ക് സമയത്തിന് ആഹാരം കഴിക്കണം. ഇപ്പൊ ഷുഗർ അതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ളത് അവരൊന്നും വ്രതം എടുക്കണ്ട. നിങ്ങൾ ശുദ്ധ മനസ്സോടെ ഭഗവാനെ വീട്ടിൽ ഇരുന്ന് ഭജിക്കുന്നവർ അങ്ങനെ ഭജിക്കുക, ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ പോവുക. ഞാനീ പറഞ്ഞ ഈ അറിവുകൾ നിങ്ങളുടെ മനസ്സിൽ കടന്ന് ആ ഭഗവാൻ നിങ്ങളിലേക്ക് വരും. ഇത് സത്യസന്ധമായി ഞാനായി പറഞ്ഞിരുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഇപ്പൊ ഒരു 3-4 ദിവസം കഴിഞ്ഞ ഈ വീഡിയോ ആരും കാണത്തില്ല. ഇപ്പൊ 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് ഈ പറയുന്നത് ഒരു നിമിഷമെങ്കിലും ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ടാൽ അവരിൽ മുരുകന്റെ അനുഗ്രഹം ഉറപ്പായിട്ട് വന്നിരിക്കും എന്നുള്ളത് എനിക്ക് സംശയമില്ല. ആ ഒരൊറ്റ ചിന്ത എനിക്കുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ ഒരു കൂവളം ഉണ്ടായിരുന്നു. ആ കൂവളത്തേല് അതിന്റെ ഈ തൊലി പോയിട്ട് അതിങ്ങനെ ഒരു ഫംഗസ് പോലെ അത് ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഞാൻ പലപ്പോഴും ആ കൂവളം വൃത്തിയാക്കി അതിന്റെ തൊലി കഴുകി വൃത്തിയാക്കും. പക്ഷെ പിന്നെ ആ ഫംഗസ് ഇങ്ങനെ കയറും. അപ്പൊ ഞാൻ ഒരു ദിവസം അതിന്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ വിചാരിച്ചു, ഭഗവാനെ ഞാൻ വിചാരിച്ചാൽ ഇതിന്റെ ഈ അസുഖം മാറത്തില്ല, അല്ലെ ഇതിന്റെ ഈ പോരായ്മ മാറത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചിന്തിക്കുന്നുള്ളൂ, ഒരു നിമിഷമെങ്കിലും ആ കൂവളത്തിന് ആ ഇത്തലല്ല അതൊരു ഫംഗസാ, ആ ഫംഗസിന്റെ ഒരു ഉപദ്രവമില്ലാതെ ഒരു നിമിഷം പോലും ഞാൻ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ ആ ഒരു നിമിഷം പോലും ആ സുഖത്തെ, ആ ഫംഗസ് ഇല്ലാത്ത ആ സുഖത്തെ ഒരു നിമിഷമെങ്കിലും അനുഭവിച്ചാൽ ഞാൻ ധന്യനാണ്. അല്ല എനിക്കിത് മാറ്റാനുള്ള കഴിവൊന്നുമില്ല എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഒരു തവണ ചെയ്തു. നിങ്ങൾക്ക് ഇന്ന് വന്നാലും കാണാം ആ കൂവളത്തിന്റെ ഇന്ന് വരെ, നാളത്തെ കാര്യം എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ ചെയ്തിട്ടില്ല, ആ ഭാഗത്തെ കേട് മാറി. ഇന്ന് വരെ, നാളത്തെ കാര്യം എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ചിന്തിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ വീഡിയോ ചിലപ്പം അധികം ആളുകൾ കാണണമെന്നില്ല. ഇപ്പം അത് 3-4 ദിവസം കഴിയുമ്പോൾ ചിലപ്പം കാണത്തുമില്ല. അല്ലെ തന്നെ ചിലപ്പോൾ അധികം ആളുകൾ കാണണമെന്നില്ല. കാരണം നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകളിലേക്ക് എത്താറില്ല. അല്ലെ അവർ നല്ല കാര്യങ്ങൾ കാണാൻ പലപ്പോഴും മനസ്സ് കാണിക്കാറുമില്ല. എന്തും ആയിക്കോട്ടെ, പിന്നെ കാണുന്നവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരാളെങ്കിലും ഒരു നിമിഷമെങ്കിലും ഈ ജ്ഞാനം അവർക്ക് കിട്ടിയാൽ ഒരാളുടെയെങ്കിലും ജീവിതത്തിലേക്ക് മുരുകൻ കടന്നു വരും. അതാണ് എൻ്റെ സന്തോഷം. അല്ലെ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാം, ചുമ്മാ ആവശ്യമില്ല ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കണ്ടെന്നിരിക്കും. നല്ല കാര്യങ്ങൾ പലപ്പോഴും കാണത്തുമില്ല. പക്ഷെ നമ്മൾക്കൊരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. ഈശ്വര, ഞാൻ പറഞ്ഞ സത്യജ്ഞാനമാണ്, സത്യസന്ധമായ കാര്യമാണ്. അത് കാണുന്നവർക്ക് ഒരാളെങ്കിലും ഒരു നിമിഷമെങ്കിലും ഒരാൾ കണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമല്ലോ, അയാൾ ഭഗവാനെ തിരിച്ചറിയുമല്ലോ. ആ ഒരു സന്തോഷം മതി ജീവിതത്തിൽ. അപ്പൊ അതിനുവേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എന്നാലാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓം മുരുക, ഗുരുമുരുക, അരുൾമുരുക, ആനന്ദമുരുക, ശിവശക്തി ബാലകന, ഷൺമുഖ, ഷടാതര എന്റെ വാക്കിലും ഓർമ്മയിലും നിലനിൽക്കാനും സംരക്ഷിക്കാനും ഓം ഹ്രീം വേൽക്കാക്ക സ്വാഹ. മുരുക 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 മുരുക.
ഓം ശരവണ ഭവ. അപ്പാവ് നീയെ, അമ്മാവ് നീയെ, അൻപുമേലാടലിക്ക് ദൈവവും നീയെ മുരുക. വേലും മയിലും തുണை. வேல் வேல் வெற்றி வேல் முருகனுக்கு ஹரோஹரா. வேல் வேல் வெற்றி வேல் என்ன சுட்டிக்காக்கும் சுப்பிரமணிய வேல் முருகா சுப்பிரமணியா. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം നം രം ലം സൗം ശരവണ ഭവ. മുരുകാ മുരുകാ മുരുകാ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എന്നെ കൊണ്ട് പറയാമെന്ന് പറഞ്ഞു. ബാക്കി നിങ്ങളുടെ ഈശ്വരാധീനം പോലെ ഇത് കാണുന്നതും ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ നിങ്ങളുടെ ദൈവാനുഗ്രഹം. എല്ലാവർക്കും നല്ല ഉണ്ടാകട്ടെ. ഓം നർപ്പവി 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 സിദ്ധമന്ത്രമാണ്. നല്ലത് ഭവിക്കട്ടെ എന്ന അർത്ഥം. ഈ മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജപിച്ചാൽ ജീവിതത്തിൽ നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. മുരുകാ 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 മുരുകാ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞത് ഹൃദയത്തിൽ നിന്നാണ്. ഇതിനകത്ത് യാതൊന്നുമില്ല, സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്, ഹൃദയത്തിൽ നിന്ന്. എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ശിവ ശിവ.